ഇറങ്ങുകയും ചെയ്തു. എത്ര ശ്രമിച്ചിട്ടും അമ്മാനത്തേക്ക് എത്തുന്നുമില്ലെന്ന അവസ്ഥയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എത്തിയിരിക്കുകയാണ്. ഇതോടെ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ US അന്താരാഷ്ട്ര സഹായം തേടുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കടലിടുക്ക് തുറക്കുകയെന്ന ലക്ഷ്യത്തോടെ പുതിയ അന്താരാഷ്ട്ര സഖ്യം രൂപവൽക്കരിക്കാനാണ് US ലക്ഷ്യമിടുന്നത്. സഖ്യത്തിന്റെ ഭാഗമാകാൻ US വിദേശകാര്യ വകുപ്പ് മറ്റു രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഹോർമസ് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതോടെ എണ്ണവില 4 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയ സാഹചര്യത്തിലാണ് പുതിയ നീക്കം. അതേസമയം മാരിടൈം ഫ്രീഡം കൺസ്ട്രക്ട് എന്ന പേരിലാകും US രൂപവൽക്കരിക്കുന്ന അന്താരാഷ്ട്ര സഖ്യം അറിയപ്പെടുക. വിവരങ്ങളുടെ കൈമാറ്റം, നയതന്ത്ര മാർഗത്തിലെ ഏകോപനം, ഉപരോധങ്ങൾ നടപ്പാക്കാൻ സഹായം എന്നിവയാകും ഈ സഖ്യം ചെയ്യുകയെന്നാണ് US വിദേശകാര്യ വകുപ്പ് നൽകുന്ന വിവരം. ഈ സഖ്യത്തിൽ അംഗമാകുന്നതിനെ കുറിച്ച് ഫ്രാൻസും ബ്രിട്ടനും ഉൾപ്പെടെ ഏതാനും രാജ്യങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിലും പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിച്ച ശേഷം മാത്രമേ ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ സഹായിക്കുമെന്ന് രാജ്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിനിടെ ഇറാനിൽ സാധ്യമായ പുതിയ സൈനിക നടപടികളെ കുറിച്ച് US സെൻട്രൽ കമാൻഡ് തലവൻ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് വിശദീകരിക്കുമെന്ന് US മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. സമാധാന ചർച്ച വഴിമുട്ടിയ സാഹചര്യത്തിൽ ഇറാനെ സമ്മർദ്ദത്തിലാക്കുകയാണ് USന്റെ ലക്ഷ്യം. ഈ വാർത്ത വന്നതോടെ വ്യാഴാഴ്ച ബ്രന്റ് അസംസ്കൃത എണ്ണവില ബാരലിന് $125 വരെയെത്തി. 2022 മാർച്ചിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. അതേസമയം യുദ്ധം ഔപചാരികമായി അവസാനിക്കുകയും കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതുവരെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ച മാറ്റിവെച്ചാൽ കരാറിലെത്താമെന്നാണ് ഇറാൻ മുന്നോട്ട് വെച്ച അവസാന നിർദ്ദേശം. ഇതേക്കുറിച്ച് US നിരീക്ഷണങ്ങൾ പങ്കുവച്ചിട്ടുണ്ടെന്നും ഇനി പ്രതികരിക്കേണ്ടത് ഇറാൻ ആണെന്നും മധ്യസ്ഥരായ പാകിസ്ഥാൻ വ്യക്തമാക്കി. ഇതിനിടെ ഹോർമുസ് കടലിടുക്കിൽ ഇറാന് ലക്ഷ്യമിട്ട് US ഏർപ്പെടുത്തിയ നാവിക ഉപരോധം പരാജയപ്പെടുമെന്നും US നടപടി മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുമെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യാഴാഴ്ച പറഞ്ഞു. ഏപ്രിൽ 13-ന് ആരംഭിച്ച ഉപരോധം മാസങ്ങളോളം നീളാൻ സാധ്യതയുണ്ടെന്ന് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് പ്രതികരണം. അതേസമയം 2 മാസമായി തുടരുന്ന സംഘർഷം ഇറാന്റെയും USന്റെയും സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. $2,500 കോടി യുദ്ധത്തിനായി US ഇതുവരെ ചെലവാക്കിയത്. ഹോർമസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത തടസ്സവും അമേരിക്ക ഇറാൻ പോരാട്ടവും ലോകത്തെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. നാവിക ഉപരോധം കൊണ്ട് ഇറാനെ മുട്ടുകുത്തിക്കാമെന്ന അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ പാളിയതോടെ അന്താരാഷ്ട്ര സഹായം തേടേണ്ടി വന്നത് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയങ്ങൾക്ക് നേരിട്ട തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. മറുഭാഗത്ത് എണ്ണവില ബാരലിന് $125 വരെ ഉയർന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതി രാജ്യങ്ങളെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. യുദ്ധത്തിനായി ഇതിനകം $2,500 കോടി അമേരിക്കയ്ക്ക് ചെലവഴിക്കേണ്ടി വന്നതും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാതെ സഹകരിക്കില്ലെന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാടും ട്രംപ് ഭരണകൂടത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയാണ്. ഇറാനും USും ഒരേപോലെ സാമ്പത്തികമായി തളരുമ്പോഴും ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത് ഈ മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുകയാണ്. വരും ദിവസങ്ങളിൽ നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പശ്ചിമേഷ്യൻ സംഘർഷം ലോകത്തെ ആകെ ബാധിക്കുന്ന വൻ സാമ്പത്തിക തകർച്ചയിലേക്ക് വഴിമാറുമെന്നതിൽ തർക്കമില്ല.